നമസ്കാരം, ഒരുമാതിരി ചാനലിലേക്ക് സ്വാഗതം. PV അൻവർ ഇപ്പോൾ നമ്മുടെ മറ്റ് തൃണമൂൽ കോൺഗ്രസ്സിൽ ചേരാനുള്ള ഒരുക്കത്തിലാണ്. അത് ഒരു നിലക്കൊരു നല്ല തീരുമാനമായി എന്നാണ് തോന്നുന്നത്. കാരണം PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി ആവശ്യമാണ്. ഒറ്റക്ക് നിന്ന് പൊരുതാൻ കഴിയില്ല. രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പാർട്ടി, അതല്ലെങ്കിൽ ഒരു മുന്നണിയൊക്കെ വേണം. കേരളത്തിലാകുമ്പോൾ മുന്നണി വേണം, പാർട്ടി ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ പിണറായിയുമായിട്ട് പ്രശ്നമായി ഇറങ്ങിപ്പോന്ന് അപ്പോൾ തന്നെ പാർട്ടി ഉണ്ടാക്കി DMKയെ പോയി കണ്ട് സ്റ്റാലിനുമൊക്കെ മദ്രാസിലൊക്കെ പോയി ചർച്ചയൊക്കെ നടത്തി. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് പിന്നാമ്പുറത്തു കൂടി പിണറായി ഇടപെട്ടു. അത് കാര്യം സാധിച്ചില്ല. കാരണം ഇവിടെ CPMനെ വെറുപ്പിച്ചുകൊണ്ട് ഒരു ബന്ധം, മറ്റൊരാളുമായിട്ടൊരു ബന്ധം സ്റ്റാലിൻ സമ്മതിക്കില്ല. അപ്പം അത് പിന്നെ അത്രേ അതിനുള്ളൊരു ആയുസുള്ളൂ, അത് പൊളിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ്റെ ഈ അറസ്റ്റൊക്കെ വരുന്നത്. അറസ്റ്റ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഈ അറസ്റ്റ് നടന്ന സമയത്ത് ഇതൊരു താരപരിവേഷം വന്നു. അതോടുകൂടി ഇവനെക്കുറിച്ചും ഇവൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചും UDF നേതാക്കളൊക്കെ പരസ്യമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി. കുഞ്ഞാലിക്കുട്ടി രംഗത്തിറങ്ങി നിന്ന് സപ്പോർട്ട് ചെയ്തു. ഇവൻ പാണക്കാട്ടത്തങ്ങൾ പോയി കണ്ടു, കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു. അപ്പോൾ UDFയിലേക്കുള്ള പ്രവേശനം എന്നെല്ലാവരും കരുതി, UDFയിലേക്ക് എടുത്തു എന്നൊക്കെ കരുതി. അപ്പോഴാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ആര്യാടൻ ഷൗക്കത്തിന് ഇളക്കം കുടുങ്ങിയത്. ആര്യാടൻ ഷൗക്കത്ത് കൂപ്പായിട്ട് നിൽക്കുകയാണ്, നിലമ്പൂർ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നോ റെഡിയായി നിൽക്കുക. അതിൻ്റെ വാപ്പാൻ്റെ സ്വത്താന്നും പറഞ്ഞ് നിൽക്കുകയാണല്ലോ. കാരണം അന്ന് ഈ അൻവർ വന്നതിനെതിരെയുള്ളൊരു പത്രസമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ നിലപാടെന്നുള്ളത്. ആര്യാടൻ മുഹമ്മദാണ് ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ചത്, അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് അന്നത്തെ ധ്വനി. അപ്പോൾ മനസ്സിലായി ഇതിൻ്റെ തറവാട്ട് സ്വത്താണ്, ഇതിനക്ക് വേണമെന്നുള്ളത്. ആ ഒരു ധ്വനിയിലാണ് സംസാരം. UDFനുള്ളിലും അത് വലിയ പ്രശ്നം വരും. അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം കോൺഗ്രസ് ഒന്നും മിണ്ടിയില്ല. ലീഗാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി നിന്ന് പ്രതികരിച്ചും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ശങ്കയിൽ ഇങ്ങനെ നിൽക്കുക. UDF ആകുമ്പോൾ ലീഗ് ഒന്ന് വേറെ, കോൺഗ്രസ് ഒന്ന് വേറെ എന്നുള്ളൊരു നിലപാട് പറ്റുമല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് അൻവർ തൃണമൂൽ കോൺഗ്രസ് ചേരാനുള്ള നീക്കം നടത്തുന്നത്. അത് ഏകദേശം വിജയിച്ച മട്ട. കാരണം വിജയിക്കും, അതിന് തടസ്സങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ പിണറായിക്ക് എതിരിൽ നിൽക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇന്ത്യയിൽ തന്നെ ഈ പശ്ചിമ ബംഗാളിൽ ഈ തൃണമൂലിൻ്റെ മുഖ്യ ശത്രു മമതാ ബാനർജിൻ്റെ മുഖ്യ ശത്രു CPMമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ CPMനെതിരെ എവിടെ പോയി പ്രവർത്തിക്കാനും മമതക്ക് മടിയില്ല. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അങ്ങനെയുള്ളൊരു പാർട്ടിയെ കൂട്ടിയത് കൊണ്ട് നേർക്ക് നേർ പിണറായിക്കെതിരിൽ ഇവിടെ നിൽക്കാം, ധൈര്യത്തിൽ നിൽക്കാം. ഒരർത്ഥത്തിൽ UDF പ്രവേശനവും കിട്ടും. കാരണം ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊരു പ്രവേശനം UDFയിൽ കിട്ടും ചെയ്യും. എന്നാലോ ഒരു ലേബിളായി എന്തെങ്കിലും പോയി ചാരി നിൽക്കാനൊരു ഇടമില്ലാതെ അങ്ങനെ നിന്നിട്ട് അൻവർ എന്നും പറഞ്ഞ് വലിയ ആനക്കാരിയായിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ലായിരുന്നു. വലിയ ആയുസ് കേരളത്തിലില്ല. പാർട്ടിക്കൊന്നും സ്കോപ്പില്ല. ആളുകൾക്ക് ഇനി ഇതിലൊന്നും താല്പര്യമില്ല. ഒരു പാർട്ടിയാകാനും നേതാവിന് അത്ര വലിയ നേതാവായാലും അതിൻ്റെ പിന്നാലെ പോകാനെന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിൽ. ചുരുക്കി പറഞ്ഞാൽ അത് നല്ലൊരു തീരുമാനമായി അൻവറിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ അതിൽ വേറൊരു കാര്യം എടുത്ത് പറയുന്നത്, മാർച്ചിലോ എങ്ങോ മമതാ ബാനർജി കേരളത്തിൽ വരുന്നുണ്ട് എന്നും പറഞ്ഞു. അതിപ്പോൾ നല്ലൊരു തുടക്കമാവും. മമത വരുമ്പോൾ ഒരു ഇളക്കം എന്തായാലും കേരളത്തിലുണ്ടാവും. അതെല്ലാ കോണുകളിൽ നിന്നുണ്ടാവും. അത് CPM എല്ലാ ഭാഗത്തുനിന്നും ചെറിയൊരു ഇളക്കം ഉണ്ടാവും മമത വന്നൊരു ഇതിവിടെ തുടങ്ങുമ്പോൾ. പക്ഷെ അതിലിപ്പോൾ ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, മമതൻ്റെ പാർട്ടിക്കൊരു അഡ്രസ്സും ഒരു തന്തയും തറവാടുള്ള പാർട്ടിയാണ് മമത. പക്ഷേ അതിൻ്റെ ഒരാളായിട്ട് ഇവിടെ അവതരിക്കപ്പെടുന്നത് അൻവറിനെയാണ്. അപ്പം അൻവറിന് ഇവിടെ അതിനത്രയും രാഷ്ട്രീയ പ്രാധാന്യമൊന്നുമില്ല. അൻവറിനൊരു പാർഷ്യാലിറ്റി ഉണ്ട്. അപ്പം അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അത് മമതക്ക് ക്ഷീണം ചെയ്യുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുള്ളൂ. അൻവറിന് എന്തായാലും ഇത് ഗുണമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഏതായാലും നമുക്ക് നോക്കാം അതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങോട്ട് അടുക്കുന്നതെന്നുള്ളത്. പിന്നെ അൻവർ പറഞ്ഞത് ഇത് രാജിവെക്കാൻ പോവാന്ന്. അത് നല്ലൊരു തീരുമാനമാണ്. ഒരു പാർട്ടിക്ക് ചേരണമെങ്കിൽ ഒരു പാർട്ടിയിൽ ശരിക്കും ചേർന്നങ്ങ് ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച് അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കുക നല്ലത്. MLA സ്ഥാനത്തിരിക്കുന്ന MLA സ്ഥാനം അതിനുവേണ്ടി കളഞ്ഞാലും നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. നോക്കുക, നമുക്ക് കാത്തിരുന്ന് കാണാം.
ഓക്കെ.